എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വർണ്ണാഭമായ ഉദ്ഘാടനത്തിന് മുന്നോടിയായി അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് ക്രിക്കറ്റ് ലോകത്തെയാകെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ലോകമെമ്പാടുമുള്ള പ്രമുഖ വിദേശ താരങ്ങൾ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വണ്ടി കയറിയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ പാകിസ്ഥാൻ കരാറുകൾ വലിച്ചെറിഞ്ഞ് ഇന്ത്യയിലെ IPL കളിക്കാൻ അവർ കൂട്ടത്തോടെ എടുത്ത ഈ തീരുമാനം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അടിത്തറയാണ് ഇളക്കിയിരിക്കുന്നത്. ഈ കൂട്ടപലായനം പാകിസ്ഥാനിലുടനീളം വലിയൊരു കോലാഹലത്തിന് വഴിതെളിച്ചിരിക്കുകയാണ്. അമ്പരപ്പും നിരാശയും സഹിക്കാൻ കഴിയാതെ പാകിസ്ഥാന്റെ മുൻ ഇതിഹാസ താരങ്ങൾ ഇപ്പോൾ ഇന്ത്യയ്ക്കും BCCIക്കുമെതിരെ തികച്ചും അടിസ്ഥാനരഹിതവും ഗൗരവതരവുമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യങ്ങൾ ഭയാനകമായ ഒരു ദുസ്വപ്നത്തേക്കാൾ ഒട്ടും പിന്നിലായിരുന്നില്ല. ഒറ്റ രാത്രി കൊണ്ട് PCBയുടെ വിശ്വാസ്യതയാണ് ലോകത്തിനു മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് അതിന്റെ ഏറ്റവും ആവേശകരവും നിർണായകവുമായ ഘട്ടത്തിലേക്ക് കടക്കുകയും ഫൈനൽ പോരാട്ടത്തിനായുള്ള തയ്യാറെടുപ്പുകളിൽ ആരാധകർ മുഴുകുകയും ചെയ്യുന്നതിനിടയിലായിരുന്നു ആ വൻ പ്രഹരം. സ്പെൻസർ ജോൺസൺ, ബ്ലെസ്സിംഗ് മുസറാബാനി, ദസുൻ ഷാനക, കോർബിൻ ബോഷ് തുടങ്ങിയ ലോക പ്രശസ്തരായ വിദേശ താരങ്ങൾ തികച്ചും ആസൂത്രിതമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമെന്നോണം പെട്ടെന്ന് PSL ഉപേക്ഷിച്ചു. വ്യക്തിപരമായ കാരണങ്ങൾ, കുടുംബപരമായ ബാധ്യതകൾ, വർക്ക് ലോഡ് മാനേജ്മെന്റ് തുടങ്ങിയ സ്ഥിരം ന്യായങ്ങൾ നിരത്തിയാണ് ഇവർ ലീഗിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയത്. എന്നാൽ വെറും 24 മണിക്കൂറുകൾക്കുള്ളിൽ ഈ താരങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ലോകം തിരിച്ചറിഞ്ഞപ്പോൾ PCBയുടെ താലിനടിയിലെ മണ്ണാണ് ഒലിച്ചുപോയത്. ഈ വിദേശ താരങ്ങളെല്ലാം പാകിസ്ഥാന്റെ മണ്ണ് വിട്ട് നേരിട്ട് പറന്നിറങ്ങിയത് ഇന്ത്യയിലെ വൻ നഗരങ്ങളിലേക്കായിരുന്നു. IPL 2026ന്റെ ഹൈടെക് പരിശീലന ക്യാമ്പുകളിൽ തങ്ങളുടെ ഫ്രാഞ്ചൈസികൾക്കൊപ്പം അവർ വിയർപ്പൊഴുക്കുന്നത് കണ്ടപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്രേമികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു. വിദേശ കളിക്കാരുടെ ഈ അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായ ടേൺ PSLന്റെ അവശേഷിക്കുന്ന ബ്രാൻഡ് മൂല്യത്തെയും പ്രശസ്തിയെയും പൂർണ്ണമായും ഇല്ലാതാക്കി. കളിക്കാരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ലീഗ് വെറുമൊരു ബാക്കപ്പ് മാത്രമായിരുന്നുവെന്നും അവരുടെ യഥാർത്ഥ മുൻഗണന ഇന്ത്യയുടെ IPL തന്നെയാണെന്നും ഇതോടെ പകൽ പോലെ വ്യക്തമായി. പാകിസ്ഥാനിലെ സുരക്ഷാ പ്രശ്നങ്ങളും കെടുകാര്യസ്ഥവും കുറഞ്ഞ പ്രതിഫലവും നിരസിച്ച് ഇന്ത്യയുടെ അഞ്ചഞ്ചുന്ന ഗ്ലാമറും ലോകോത്തര സുരക്ഷയും കോടികളുടെ IPL കരാറുകളും വിദേശ താരങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ പാക് മുൻ ക്രിക്കറ്റ് താരങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പാകിസ്ഥാനിലെ വാർത്താ ചാനലുകളിൽ അലമുറിയിടുന്ന അവതാരകരും ചൂടേറിയ ചർച്ചകളും ഇന്ത്യ പാക് ശീതയുദ്ധത്തിന് ഒരു പുതിയ മുഖം നൽകി. പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഷാഹിദ് അഫ്രീദി ഒരു സ്വകാര്യ TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ BCCIക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ആഞ്ഞടിച്ചത്. കോപം കൊണ്ട് വിറച്ച അഫ്രീദി ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇതൊരിക്കലും യാദൃശ്ചികമല്ല, മറിച്ച് BCCIയുടെ വളരെ വലുതും ആഴമുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. പാകിസ്ഥാന് സ്വന്തമായി വലുതും വിജയകരവുമായ ഒരു ക്രിക്കറ്റ് ലീഗ് ഉണ്ടാകാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ തങ്ങളുടെ കണക്കില്ലാത്ത പണക്കൊഴുപ്പും സ്വാധീനവും ഉപയോഗിച്ച് വിദേശ കളിക്കാരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഭാവിയിൽ കോടികളുടെ IPL കരാറുകൾ നിലനിർത്തണമെങ്കിൽ PSL പോലുള്ള ലീഗുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കളിക്കാരെ ഇന്ത്യ ഭീഷണിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിപ്പോൾ ഒരു ജെന്റിൽമെൻ ഗെയിമല്ല, മറിച്ച് ക്രിക്കറ്റിന്റെ ആത്മാവിനെ കൊല്ലുന്ന പണത്തിന്റെ നഗ്ന നൃത്തമാണ് ഇന്ത്യ നടത്തുന്നതെന്നും അഫ്രീദി കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വലിയൊരു യുദ്ധത്തിന് തന്നെ തുടക്കമിട്ടു. പാകിസ്ഥാൻ തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ ലക്ഷ്യമിടുകയാണെന്ന് വ്യക്തമാണ്. ഇന്ത്യയ്ക്കും BCCIക്കുമെതിരെ വിഷം വമിക്കുന്നവരുടെ പട്ടികയിൽ അഫ്രീദി മാത്രമല്ല ഉള്ളത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മുൻ ചെയർമാൻ റമീസ് രാജ, ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മുൻ ബൌളർ ഷോയ്ബ് അഖ്തർ തുടങ്ങിയ ഇതിഹാസങ്ങളും ഇന്ത്യക്കെതിരെ തികച്ചും അടിസ്ഥാനരഹിതവും കൈപ്പേറിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. തന്റെ YouTube ചാനലിലൂടെ പൊട്ടിത്തെറിച്ച അഖ്തർ പറഞ്ഞത്, ഇന്ത്യ തങ്ങളുടെ സാമ്പത്തിക ശക്തിയുടെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ബോർഡുകളെ തങ്ങളുടെ കൈക്കുള്ളിൽ ഒതുക്കുകയാണെന്നാണ്. പാകിസ്ഥാന്റെ മണ്ണിൽ കാലുകുത്തുകയോ PSLന്റെ ഭാഗമാകുകയോ ചെയ്താൽ കോടികളുടെ IPL കരാർ ഉടനടി റദ്ദാക്കുമെന്ന് വിദേശ താരങ്ങളെ അണിയറയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന അവകാശവും അഖ്തർ ഉന്നയിച്ചു. PSLന്റെ തിളക്കം പൂർണ്ണമായും ഇല്ലാതാക്കാനും അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഭൂപടത്തിൽ നിന്ന് അതിനെ തുടച്ചു നീക്കാനും BCCI അടച്ചിട്ട മുറികളിൽ രഹസ്യതന്ത്രം മെനയുന്നു എന്നാണ് ഇന്ന് പാകിസ്ഥാനിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും പ്രധാന ചർച്ചാവിഷയം. എന്നിരുന്നാലും പാകിസ്ഥാന്റെ ഈ അടിസ്ഥാനരഹിതവും രൂക്ഷവുമായ ആരോപണങ്ങൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും വിദഗ്ധരും BCCI മുൻ ഉദ്യോഗസ്ഥരും വളരെ യുക്തിപരവും ശക്തവുമായ മറുപടിയാണ് നൽകിയത്. കായിക ലോകത്തെ യാഥാർത്ഥ്യം വളരെ സിമ്പിളാണ്.
ലോകത്തിലെ ഏതൊരു പ്രൊഫഷണൽ കളിക്കാരനും ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങളും ഉയർന്ന പ്രൊഫഷണൽ വർക്ക് കൾച്ചറും ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയും ലഭിക്കുന്നിടത്ത് പോകാനും കളിക്കാനും ആഗ്രഹിക്കും. വരുമാനം, ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങൾ, സ്പോൺസർഷിപ്പ് എന്നിവ താരതമ്യം ചെയ്താൽ IPLന്റെ സാമ്രാജ്യം പാകിസ്ഥാൻ സൂപ്പർ ലീഗിനേക്കാൾ 100 കണക്കിന് മടങ്ങ് വലുതും അതിവിശാലവുമാണെന്ന് പരസ്യമായ രഹസ്യമാണ്. IPLൽ കളിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആഗോള ശ്രദ്ധയും ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളും ഉയർന്ന മത്സരബുദ്ധിയും ലോകത്തിലെ മറ്റൊരു T20 ലീഗിലും സാധ്യമല്ല എന്ന് PSL ഉപേക്ഷിച്ച് ഇന്ത്യയിലെത്തിയ വിദേശ താരങ്ങൾ തന്നെ സമ്മതിക്കുന്നു. PSLനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രതീക്ഷകളിൽ വെള്ളമൊഴിച്ച കളിക്കാരുടെ ഈ പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ഐക്കണുകളായ ജോസ് ബട്ട്ലർ, ക്വിന്റൺ ഡീകോക്ക് എന്നിവരും ഉൾപ്പെടുന്നു. ഈ അന്താരാഷ്ട്ര ഇതിഹാസങ്ങൾ PSLൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമല്ല, തങ്ങളുടെ കരിയറിലെ ദീർഘകാല വളർച്ചയ്ക്കും ബ്രാൻഡ് വാല്യൂവിനും ഭാവിയുടെ സുരക്ഷയ്ക്കും IPLനാണ് ഏറ്റവും ഉയർന്ന മുൻഗണനയെന്ന് തങ്ങളുടെ മാനേജ്മെന്റിനോട് വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. തങ്ങളുടെ കരിയറിലെ ഈ സുവർണ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാർ ഏറ്റുമുട്ടുന്ന IPLലെ ആ ഉയർന്ന നിലവാരത്തിലുള്ള മത്സരവും ആവേശവും നഷ്ടപ്പെടുത്താൻ അവർ ഒരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല. ഈ നാടകീയ സംഭവ വികാസങ്ങളെല്ലാം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രവർത്തന രീതിക്കും അവരുടെ അന്താരാഷ്ട്ര വിശ്വാസ്യതയ്ക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയ ഒരു പ്രഹരമാണ് നൽകിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച വിദേശ കളിക്കാർക്ക് ദീർഘകാലം അവിടെ തുടരാൻ ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ തങ്ങളുടെ ലീഗിനെ സുരക്ഷിതവും സാമ്പത്തികമായി സുസ്ഥിരവുമാക്കുന്നതിൽ PCB പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് ഇത് തെളിയിക്കുന്നു. കളിക്കാർ PSL പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് തിരിയുന്നത് PCBയുടെ മാനേജ്മെന്റും അവർ നൽകുന്ന സുരക്ഷാ സംവിധാനങ്ങളും ഇന്നും അന്താരാഷ്ട്ര നിലവാരത്തേക്കാൾ വളരെ പിന്നിലാണെന്നതിന്റെ തെളിവാണ്. തങ്ങളുടെ കെടുകാര്യസ്ഥവും സുരക്ഷാ വീഴ്ചകളും ബോർഡിനുള്ളിലെ പൊളിറ്റിക്സും പരിഹരിക്കുന്നതിനു പകരം വീണ്ടും ഇന്ത്യയെയും BCCIയെയും കുറ്റപ്പെടുത്തി അന്താരാഷ്ട്ര തലത്തിൽ സഹതാപം പിടിച്ചുപറ്റാനാണ് പാക് ഇതിഹാസങ്ങൾ ശ്രമിക്കുന്നത്. IPL 2026ന്റെ ഈ സീസൺ ഇപ്പോൾ വെറുമൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് മാത്രമല്ല, മറിച്ച് പാകിസ്ഥാന്റെ അരക്ഷിതത്വവും ഇന്ത്യയുടെ ആഗോള ശക്തിയും തമ്മിലുള്ള വലിയൊരു നയതന്ത്ര യുദ്ധമായി മാറിയിരിക്കുന്നു. പാകിസ്ഥാനിൽ നടക്കുന്ന ഈ കോലാഹലങ്ങൾ വിളിച്ചു പറയുന്നത് ഒന്നു മാത്രമാണ്: IPLന്റെ അത്യുന്നത പ്രതാപത്തിനു മുന്നിൽ PSLന്റെ സ്ഥാനം ഒരു തുരുമ്പുപോലെ നിസ്സാരമാണ്. ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ ICC കർശന നടപടിയെടുക്കുമോ അതോ പാകിസ്ഥാൻ എക്കാലത്തെയും പോലെ വിലപിക്കുക തുടരുമോ എന്നാണ് ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത്. സുഹൃത്തുക്കളെ, വിദേശ കളിക്കാർ PSL ഉപേക്ഷിച്ച് IPLലേക്ക് വരുന്നതിലും പാകിസ്ഥാന്റെ ഈ യുക്തിരഹിതമായ ആരോപണങ്ങളിലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കളിക്കാർ പണത്തിനു വേണ്ടി മാത്രമാണോ ഇന്ത്യയിലേക്ക് വരുന്നത്, അതോ IPLന്റെ നിലവാരം തന്നെയാണോ അതിന് കാരണം? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ IPL വേഴ്സസ് PSL അല്ലെങ്കിൽ പാകിസ്ഥാൻ ക്രൈയിങ് എന്ന് രേഖപ്പെടുത്തി പങ്കുവയ്ക്കുക. കളിക്കാർ സ്വന്തം ഇഷ്ടപ്രകാരവും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ലോക ക്രിക്കറ്റിലെ എല്ലാ പുതിയ അപ്ഡേറ്റുകൾക്കും സവിശേഷമായ വാർത്തകൾക്കും ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സുപ്രധാന വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.